ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചടുക്കളയിലാണ്. ഒരു പ്യുവർ കുക്കിങ്ങിലാണ് ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് വ്യത്യസ്തമായ കുറേ വിഭവങ്ങൾ നിങ്ങൾക്ക് കാണണ്ടേ. നമ്മൾ എല്ലാ ദിവസവും വീട്ടിലുണ്ടാക്കുന്ന ചോറും കറികളും എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമൊക്കെ അല്ലാണ്ട് സംതിങ് ഡിഫറെൻറ്റും അറിയണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിഷസും കൂടി ഞാൻ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഇന്ന് ചെയ്യാൻ പോണത് ഇത് ഒരുപാട് പേർക്ക് അറിയുന്നതാണ്. നമ്മളിപ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും മാത്രം വിഭവങ്ങളല്ല നമ്മുടെ വീടുകളിലൊക്കെ പരീക്ഷിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ ഒരുപാട് വൈഡായിട്ട് പല കാര്യങ്ങളും നമുക്ക് ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും. ഒരുപാട് എക്സ്പോഷറുണ്ട്, യാത്രകൾ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാം, പുതിയ പുതിയ വിഭവങ്ങളെക്കുറിച്ച് വേറാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം വിഭവങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടേതാക്കി മാറ്റാൻ പറ്റുന്ന കുറേ ഐറ്റംസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് അഫ്ഗാനി ഓംലെറ്റാണ്. ഇതൊരു അഫ്ഗാനി ഓംലെറ്റ് എന്ന് പറയുമ്പോൾ അഫ്ഗാൻ സ്റ്റൈൽ ഓംലെറ്റ്. ടിപ്പിക്കൽ അഫ്ഗാനി ഓംലെറ്റ് എന്ന് പറയുമ്പോൾ അവർ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കില്ല. അതിൽ ഉരുളക്കിഴങ്ങ്, പിന്നെ എന്താ പറയുക സവാള, തക്കാളി, പിന്നെ അതുപോലെ കുരുമുളക് പൊടി, ഒരുപാട് സ്പൈസി ആയിട്ടല്ല ചെയ്യുന്നത്. കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ പിന്നെ നമുക്കിഷ്ടമാണെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സോ അങ്ങനെയൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ടിപ്പിക്കൽ ഒത്തൻറ്റിക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒൺലി പെപ്പർ പൗഡർ ആൻഡ് സോൾട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെയ്ത് തുടങ്ങാം. വളരെ സിമ്പിളാണ് ഇത്. നമ്മളിപ്പോൾ സ്പാനിഷ് ഓംലെറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അഫ്ഗാനി ഓംലെറ്റാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം, ഹെൽത്തി ആയിട്ട്. പിന്നെ ഡിന്നറിനായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. തുടങ്ങിയാലോ. നമുക്ക് സ്കൂളിൽ കുട്ടികൾക്ക് വേണമെങ്കിലും അത്യാവശ്യം ടിഫിനിലൊക്കെ വെച്ച് കൊടുത്തു വിടാൻ കേട്ടോ. എളുപ്പമാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനൊരു 2 ചെറുതായിരുന്നു കേട്ടോ. കട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം 1 കപ്പുണ്ട്. 1 കപ്പും ഇച്ചിരി കൂടി ഉണ്ട്. പിന്നെ ഒരു 2-3 ചെറിയ തക്കാളിയായിരുന്നു. അതെല്ലാം കൂടെ കട്ട് ചെയ്ത് ഏകദേശം 1 കപ്പുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ഞാനിങ്ങനെ നെടുകെ കീറി 2ആയിട്ട് കുറുകെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം സവാള. ഇതൊരു വലിയ സവാളയുടെ പകുതി. ചൂട് കട്ടിയുള്ളൊരു പരന്നൊരു ഫ്രൈയിങ് പാനിൽ ഇങ്ങനത്തെ പാത്രം, അല്ലെങ്കിൽ സോസ് പാൻ ടൈപ്പ് ഒരു പാത്രമായിരിക്കും നല്ല. ബേസ് നല്ല വട്ടത്തിനുള്ളതും, നമ്മൾ ചീനച്ചട്ടി മോഡലല്ല, അല്ലാണ്ട് ഫ്രൈയിങ് പാൻ ടൈപ്പ്, കുറച്ച് പൊക്കത്തിന് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ബേസ് ഇച്ചിരി കട്ടിയുള്ളത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ പാത്രം കുറേ നാളായി ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നോക്കിയാൽ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ. അത് വെള്ളത്തിൽ കിടക്കുമായിരുന്നു, ഇപ്പോൾ ഒന്ന് ഊറ്റിയെടുത്തതേ ഉള്ളൂ. അതുപോലെ ടൊമാറ്റോയും ഒരു ഫൈൻലി ചോപ്ഡിനെക്കാട്ടിലും ഇച്ചിരി കൂടെ ആകാം. ഞാൻ പറഞ്ഞല്ലോ പച്ചമുളക് 2 വലുതായിരുന്നു, 4 പീസാക്കി വെച്ചിട്ടുണ്ട്. സവാള ഇതും ഫൈനലി ചോപ്ഡ് പോലെ ഏകദേശം. ഭയങ്കര പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് മല്ലിയില നമ്മൾ യൂസ് ചെയ്യും. പിന്നെ മുട്ട ഒരു 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. റിഫൈൻഡ് ഓയിൽ. ഓക്കെ, 3 ടേബിൾ സ്പൂൺ എണ്ണ. വെളിച്ചെണ്ണ അങ്ങനെയൊന്നും പാടില്ല, ഇത് റിഫൈൻഡ് ഓയിലാണ്. ഇനി വെജിറ്റബിൾ ഓയിൽ. ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് പൊട്ടറ്റോ. നമ്മുടെ ഉരുളക്കിഴങ്ങിനെ ഒന്ന് ഈ എണ്ണയിലൊന്ന് വഴറ്റി കുറച്ചൊന്ന് സോഫ്റ്റ് ആകുന്നവരെ. ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് നോക്കിയാൽ. ഇനി ആ സവാളയും കൂടി ചേർക്കുന്നു. 2 കൂടി ചേർക്കട്ടെ. ഇനി ഇതോടൊപ്പം കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ്. കുറച്ച് പെപ്പർ പൗഡർ. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കുറച്ച്, സാധാരണ അവർ പെപ്പർ പൗഡർ മാത്രമേ ചേർക്കുള്ളൂ. ഞാനൊരല്പം ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനൊരല്പം ചില്ലി ഫ്ലേക്സ് ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാൻ പറ്റും. ആക്ച്വലി ഇല്ല കേട്ടോ, ഒത്തൻറ്റിക് റെസിപ്പിയിൽ ചില്ലി ഫ്ലേക്സ് ഇല്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചേർക്കുന്നതാണ്. അതിപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർക്കും. കുറച്ചൊന്ന് സ്പൈസപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റിനെക്കാട്ടിലും ഇഷ്ടം ഇതാണ്, ചില്ലി ഫ്ലേക്സാണ്. അതുകൊണ്ടാണ്. ഇതൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്, നല്ലതായിട്ടൊന്ന് ശരിയായി വരണം. ഇനി ഇതിലേക്ക് ടൊമാറ്റോയും കൂടി ചേർക്കുന്നു. ഇപ്പോൾ ഏകദേശം 1 കപ്പ് പൊട്ടറ്റോ, ഏകദേശം ഒരു 1.25 കപ്പോളം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ വേവിക്കുന്ന വെള്ളമൊന്നും ഒഴിച്ചല്ല കേട്ടോ വേവിക്കുന്നത്. ഇതിങ്ങനെ തന്നെയാണ്, ഇതിൽ കിടന്നിട്ടാണ് വേഗേണ്ടത്.
ടൊമാറ്റോയും ഒന്ന് ചെറുതായി ഒന്ന് ഇതാകുമ്പോൾ നോക്കിയേ, ഇത് വലിയ ജോലിയല്ല, ഇത് പെട്ടെന്നാകുന്ന കാര്യമാണ്. ഞാനിങ്ങനെ പറഞ്ഞ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും സമയം കൊടുക്കുന്നത്. അഫ്ഗാനി ഓംലെറ്റ് പാത്രം ഒന്ന് നമ്മളിങ്ങനെ അടച്ചിട്ടിട്ടാണ് വേവിക്കേണ്ടത്. ഇപ്പോൾ ടൊമാറ്റോ എല്ലാം സോഫ്റ്റായി. ഇത് നോക്കിയേ, ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞ പോലെ, ടൊമാറ്റോ ഇങ്ങനെ വെന്തിട്ട് ഇങ്ങനെ ഒരു ഉടഞ്ഞ പോലെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ. പിന്നെ പൊട്ടറ്റോ വെന്തോന്ന് നോക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പൊട്ടറ്റോ സോഫ്റ്റായി കഴിഞ്ഞാൽ വെന്തിട്ടുണ്ട്. ഇതാണ് പാകം. ഞാൻ ഈ പാത്രം ഇച്ചിരി വലുതായിപ്പോയി, അത് കാരണം ഞാൻ പാത്രം ഒന്ന് മാറ്റുന്നു. പാത്രം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടി കോമ്പാക്റ്റായിട്ട് ഒരു ബേസ് കറക്റ്റായിട്ട് നിൽക്കുന്ന പോലെ. മറ്റത് കുറച്ച് വലുതായതുകൊണ്ട് ഇങ്ങനെ ബേസ് കുറഞ്ഞു പോകും. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്കാണ് മുട്ട പൊട്ടിച്ചൊഴിക്കേണ്ടത്. ഈ പാത്രം നല്ല ചൂടായി കഴിഞ്ഞു, ഇതിൽ ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ആയിക്കഴിഞ്ഞു. ഒന്ന് ബേസ് സെറ്റ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അതാണ് നെക്സ്റ്റ് പ്രൊസീജിയർ. ഇനി തീ എളുപ്പം ഒന്ന് കുറച്ച് വയ്ക്കണം, എന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനിയുള്ള പരിപാടികളെല്ലാം ലോ ഫ്ലെയിമിൽ. ആദ്യം ഒരു മുട്ട, ഞാൻ ഓരോന്നായിട്ട് എടുക്കുന്നുള്ളൂ. സെക്കൻഡ് വൺ, വേണമെങ്കിൽ അല്പം ഒരു ഡിപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇത് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ. തേർഡ് എഗ്. ഓക്കെ, ഇനി ഒരു മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു മുട്ടയും കൂടി എടുക്കാം. അങ്ങനെ ടോട്ടൽ 5 eggs. യാ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒന്ന് ക്ലോസ് ചെയ്യണം. അതിന് മുമ്പ് ഇച്ചിരി കുരുമുളക് പൊടി, ഇതിൻ്റെ മുട്ടയുടെ ആവശ്യത്തിനുള്ള പെപ്പർ ആൻഡ് ലിറ്റിൽ സോൾട്ട്. മുട്ടയിലും കുറച്ച് എക്സ്ട്രാ കൊടുക്കാം സോൾട്ട്. ഇനി കുറച്ച് മല്ലിയില. ഒരുപാട് വേണമെന്നില്ല, പക്ഷേ ഞാനിങ്ങനെ കാണാനൊരു ഭംഗിക്ക്. ഓക്കെ, ഇനി ഇതിലേക്ക് പച്ചമുളക്. ഓ മോനെ, ഇനി അടച്ചു വയ്ക്കുന്നു. ഇനി ഒരു സ്റ്റീം കൊണ്ടാണിത് വേകേണ്ടത്. ഇനി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇത് ആ ഒരു സ്റ്റീം കൊണ്ടാണ് വേകേണ്ടത്. അപ്പോൾ മുട്ടയുടെ യെല്ലോയും വൈറ്റൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ആവിയിൽ എഗ് യോക്കും എല്ലാം വേകും. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ചെറിയ തീ മതി. കാര്യം എന്ന് വെച്ചാൽ അടിയിലുള്ള പൊട്ടറ്റോ ആ ഭാഗങ്ങളൊന്നും കരിയാനും പാടില്ലല്ലോ, അത് ആവശ്യത്തിന് വെന്തിട്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്ന് ഇതിങ്ങനെ സെറ്റാകും. ഇപ്പോൾ ഏകദേശം ഒരു 5 minutes ആയി. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ട് അത് സെറ്റായി വരുന്നത് നോക്കിയേ, ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പോച്ച്ഡ് എഗ്ഗൊക്കെ ചെയ്യില്ലേ, ഏതാണ്ട് അതുപോലെയാണ്. എക്സാക്ട്ലി അങ്ങനെ അല്ലെങ്കിലും ഓൾമോസ്റ്റ് ആ ഒരു ഫിനിഷിങ്ങാണ് വരാൻ പോകുന്നത്. ആ യെല്ലോ എല്ലാം ഇങ്ങനെ വേകുന്നു. അതിൻ്റെ മുകളിലൊരു എന്താ പറയുക, ഒരു ലെയർ ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്, ഒരു വൈറ്റ്. അങ്ങനെയാണത് വരുന്നത്. ചെറിയൊരു തിൻ ഫിലിം ഓഫ് എഗ്ഗിൻ്റെ തന്നെ ഭാഗം ആവി കയറിയാണ് ഇവിടെ. പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായി വാടും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിലും നമുക്ക് ഇടാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒത്തൻറ്റിക്കായിട്ട് ചെയ്യുമ്പോൾ ഒരു പക്ക അഫ്ഗാനി സ്റ്റൈലിലാണ് ചെയ്യണമെങ്കിൽ അതിലവർ കുരുമുളക് പൊടി ഉപ്പ് മാത്രമേ ചേർക്കുള്ളൂ. അങ്ങനെ ഭയങ്കര സ്പൈസി ആ ഒരു സ്റ്റൈലല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഇമ്പ്രവൈസ് ചെയ്യാമല്ലോ ഏത് കാര്യവും. ചില സ്പൈസ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഏകദേശം ഒരു 8 minutes ആയിട്ടുണ്ട് ഏകദേശം. ഓക്കെ, 5 minutes പിന്നെ ഒരു 3 minutes കൊടുത്തു. ഞാൻ തീ ഓഫ് ചെയ്തു. നോക്കിയേ, യെസ്, വാവ്, സെറ്റ്. അതായത് യെല്ലോ ഒക്കെ നല്ലതായിട്ട് ഉറച്ചു കഴിഞ്ഞു. ഇറ്റ്സ് ഓൾ ഡൺ, ഓൾ സെറ്റ് ടു ഗോ. സൂപ്പർബായിട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഓപ്പണായി. ഇനി ഒന്നൊന്ന് സെറ്റാകാനൊരു സമയം കൊടുക്കും. എന്നിട്ട് നമ്മളിത് ഡിമോൾഡിങ് മീൻസ് കമഴ്ത്തി ഇടണ്ട. ഇതിങ്ങനെ സൂക്ഷിച്ച് ഇളക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാൽ
നമ്മൾ എന്താ പറയുക പിസയൊക്കെ കട്ട് ചെയ്ത് കഴിക്കില്ല, അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാം. ഇത് ഒരു എന്താ പറയുക നല്ലൊരു ബൈ ഇറ്റ് സെൽഫ് നല്ലൊരു മീലാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ബൺസോ പാവോ പിന്നെന്താ പറയുക റോട്ടീസ് ലൈക്ക് ചപ്പാത്തീസ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലാകാം, ബ്രെഡ്സ് ആകാം. എന്തെങ്കിലുമൊക്കെ ബ്രെഡ്സ് കൂട്ടി ഒരു സൈഡിൽ വെച്ചിട്ട് കുറച്ച് സലാഡ്സൊക്കെ ആയിട്ട് കഴിക്കാം സുഖമായിട്ട്. അപ്പോൾ എരിവ് വേണം തോന്നുകയാണെങ്കിൽ പച്ചമുളകൊന്ന് വാടിയിരിക്കുന്നുണ്ട്, അതും കൂടി ചേർത്ത് കടിച്ച് കഴിച്ചു നല്ലതായിട്ട് കിട്ടും. അതിങ്ങനെ ഒന്ന് തണുത്തിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നതാണ് എളുപ്പം. ഇതിപ്പോൾ ഞാൻ ചൂടോടെയാണ് ഡിമോൾഡ് ചെയ്തിരിക്കുന്നത്. ക്ഷമയില്ല. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഈ രീതിയിൽ എടുത്ത് കഴിക്കാം. അപ്പോൾ അടിയിലുള്ള പൊട്ടറ്റോയും ടൊമാറ്റോ ആ ബേസ് എല്ലാം കൂടി ചേർന്ന് വിത്ത് എഗ് ആൻഡ് എല്ലാമാണ് കിട്ടുന്നത്. ഇങ്ങനെ എല്ലാം പീസസ് ആക്കി നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ കഴിക്കാൻ എടുത്തൊരു പീസ് താഴോട്ട് നോക്കിക്കോളൂ. ബാക്കിയിരിക്കുന്നത് അടച്ച ഫില്ലിംഗ് ഒക്കെ ആയിട്ട് അടിഭാഗത്ത് ബേസ്. ഇതാ പച്ചമുളക് കൂടി വന്നു. ഓക്കെ, യമ്മി. മുട്ടയുടെ മഞ്ഞയൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക പുഴുങ്ങിയ മുട്ടയുടെ പോലെ ആയിട്ടുണ്ട്. വെരി ടേസ്റ്റി. ഇത് സാധാരണ ഒരു ഓംലെറ്റ് പോലെ അല്ലല്ലോ, ഇതിൽ ഉരുളക്കിഴങ്ങും ടൊമാറ്റോയും പെപ്പർ മുളക് മറ്റേ എല്ലാം കൂടി വരുമ്പോൾ വെരി ടേസ്റ്റി. ഓക്കെ, ചുമ്മാ കഴിക്കുന്ന പോലെയല്ല, ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഫില്ലിങ്ങും ആയിരിക്കും. അത് 5 മുട്ടയുണ്ട്. ഒരു സത്യം പറഞ്ഞാൽ 5 പേർക്ക് കഴിക്കാം, അല്ലെങ്കിൽ 4 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്ക്. നമുക്ക് എത്ര കഴിക്കാൻ പറ്റും? സത്യം പറഞ്ഞാൽ എനിക്ക് ഒരെണ്ണം കഴിക്കാൻ പറ്റുള്ളൂ, ഒരു മുട്ടയുടെ ആ പോർഷൻ. ഇതിൻ്റെ കൂടെ ബൺസ് എന്തെങ്കിലും ബ്രെഡ്സൊക്കെ ഉണ്ടെങ്കിൽ മോർ ദാൻ ഇനഫ് ഒരു പീസ്. അപ്പം 5 പേർക്ക് സുഖമായിട്ടായി. 2 മുട്ടയൊക്കെ സ്ഥിരം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു 2 പേരായിട്ട് ഷെയർ ചെയ്താൽ മതി. വാവ്, വെരി നൈസ്, വെരി ഫ്ലേവർഫുൾ. ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ, പക്ഷേ എന്തോ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ടൊമാറ്റോയും ഉരുളക്കിഴങ്ങും കുരുമുളകും, ഞാൻ ഇതിൽ മറ്റേ ചില്ലീസും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, ചില്ലി ഫ്ലേക്സ്, പച്ചമുളകും പാകത്തിന് ഉപ്പും ഒക്കെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സമയമില്ലാത്ത ദിവസങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഒരു ഹെവി ആയിട്ടുള്ളൊരു നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ. ഇത് നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു അഫ്ഗാനി ഓംലെറ്റാണ്. പക്ഷേ അല്ലാണ്ട് നമുക്ക് ഇനിയും മാറ്റങ്ങൾ വരുത്താം. എന്തൊക്കെ ഇപ്പോൾ ക്യാരറ്റ്സ്, ബീൻസ്, ഗ്രീൻ പീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ഓൺ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. കുറച്ചുകൂടെ ഗ്രീൻസ് ഒക്കെ കയറ്റിയിട്ട് കുറച്ചുകൂടി ഹെൽത്തിയർ ആക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ രാത്രി ഏർലി ഡിന്നറൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇറ്റ്സ് എ ന്യൂ ഡിഷ്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് അറിയാം, ഉണ്ടാക്കുന്നവരും ഉണ്ട്, ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക, ഇഷ്ടം. ഓക്കെ, അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക, വിശേഷങ്ങളെല്ലാം പറയാനായിട്ട്. ഉണ്ടാക്കി നോക്കണം, മറക്കരുത്. അപ്പോൾ പുതിയ കുറേ ഐറ്റംസായിട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു ഓൾ.